89 തുടങ്ങിയ ഒരു കമ്പനി ദൈവം നമ്മൾ ഈ സംസാരിക്കുന്ന 2024 നിലനിർത്തുകയാണെങ്കിൽ എത്ര വർഷം എടുത്തു? അത് കളയാൻ വിതിൻ എ സെക്കൻഡ് നമുക്ക് മതി. ആ ബ്രാൻഡ് നമ്മളുണ്ടാക്കിയ ഇമേജ് കളയാൻ മതി. അത് സ്വാഭാവികമായിട്ടും പിന്നെ ഒരു സെക്കൻഡ് ജനറേഷൻ എന്നുള്ള നിലക്ക് ഞങ്ങളൊരു ഉത്തരവാദിത്ത ഫാദറെ ഏൽപ്പിച്ച് പോയ അത് ഇംഗ്ലീഷിൽ 2-3 വാക്കുകളുണ്ട്. ഒന്ന് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല ശരിക്കും. ചീപ്പ് ഈസ് ചീപ്പ്, ബെസ്റ്റ് ഈസ് ബെസ്റ്റ്. കുറച്ച് മുന്നേ ഒരു ആഡ് ഉണ്ടായിരുന്നു. പാണ്ഡെ ആണെങ്കിൽ ഒരു നുള്ളു മതി. നുള്ള് നമ്മൾ പറയല്ലോ, ഒരു നുള്ളു മതി. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കോഴിക്കോട് സാഗർ റെസ്റ്റോറൻറ്റ്, അവരെ ഞങ്ങൾ പിന്നെ ആരംഭകാലത്ത് അവിടെ കുറച്ച് സാമ്പിൾ കൊടുത്തു ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് മസാലയും മറ്റൊക്കെ. അപ്പോൾ അവർ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ അളവിൽ നമ്മളെ സാധനം എടുത്തു. കറി ചീത്തയായി. നമ്മളെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീമിനെ വിളിച്ചു. ഒച്ചപ്പാടുണ്ടായി, ബഹളം ഉണ്ടായി. അപ്പോൾ നമ്മുടെ നല്ല രസികനായിട്ടുള്ള ഒരു മാനേജർ ഉണ്ടായിരുന്നു, കുറ്റ്യാടി സ്വദേശി, ഒരു ആർ മുഹമ്മദ് അജി. അദ്ദേഹം മരണപ്പെട്ടു. മൂപ്പര് വളരെ ശാന്തനായിട്ട് അവിടെ ചെന്നു. അപ്പോൾ ഇനി എന്താണ് പാണ്ഡെയുടെ ഫ്യൂച്ചർ പ്ലാനുകൾ? ആനുകാലിക പുതിയ കാലത്തിനും ലോകത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ വരികയാണ്. ആൾക്കാരുടെ ടേസ്റ്റ് ബഡ്സിൽ മാറ്റങ്ങൾ വരികയാണ്. ആൾക്കാരുടെ സംസ്കാരത്തിൽ മാറ്റം വരികയാണ്. ഭക്ഷ്യ സംസ്കാരത്തിൽ മാറ്റം വരികയാണ്. അവിടെയൊക്കെ എന്താണ് നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ? തരത്തിൽ പൈതൃകത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും? കഴിഞ്ഞ ഓണ സമയത്ത് നമ്മളൊരു സമൂഹത്തിന് ആവശ്യമുള്ളൊരു സാധനമാണല്ലോ ഈ പിന്നെ പായസം എന്ന് പറഞ്ഞത്. അതെ, അത് ഞങ്ങൾക്ക് തോന്നി അത് ഇറക്കിയാൽ കുറെ. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് എല്ലാവർക്കും ദൈവം ഒരേപോലെ കൊടുത്തതാണ് സമയം. അതെ, ആ സമയമില്ലായ്മ എല്ലാവരും പറയാം. അതെ, ശരിക്കും സമയമില്ലായ്മയല്ല, അത് നമ്മുടെ ടൈം മാനേജ്മെന്റിന്റെ വിഷയമാണ്. ശരിക്കും അതെ, നമുക്കൊരു കാര്യം പെട്ടെന്ന് തീർക്കാം, ഹാർഡ് വർക്കായിട്ട് തീർക്കാം, സ്മാർട്ട് വർക്കായിട്ട് തീർക്കാം. ഇപ്പൊ സ്മാർട്ട് വർക്ക്, പണ്ട് ഹാർഡ് വർക്ക്, സ്മാർട്ട് പെർഫോമൻസ് കുറച്ചുകൂടി നന്നാക്കി. അതെ, തീർച്ചയായും സ്മാർട്ട് പെർഫോമൻസ്. അതെ, അതേമാതിരി ഒരു സമയം പിന്നെ ബിൽ ഗേറ്റ്സിനും യൂസ്ഫലിക്കൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് ദൈവം തന്നുള്ളൂ. ബാക്കിയുള്ള സമ്പത്തിലും ആരോഗ്യത്തിലൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷെ ഒരു കാര്യത്തിൽ സമയത്തിലായിരിക്കും പിന്നെ ദൈവം ഒരു പിന്നെ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അത് വെൽ പ്ലാൻഡ് ആക്കിയാൽ തന്നെ ലൈഫും നമ്മുടെ ബിസിനസ്സും ഒക്കെ വിജയിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പിന്നെ ഇപ്പോൾ അവിടെ ഒരു മാനേജ് ചെയ്യുന്ന ഡയറക്ടർ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത്, നമ്മളെ ഒരു 100-ൽ 25% പർച്ചേസും ഒരു 25% പ്രൊഡക്ഷനും ബാക്കി 25% ഓഫീസ് വർക്കും ബാക്കി 25% നമ്മുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഇത് ഒരുപോലെ ഒരു ഓയിലും ഗ്രീസൊക്കെ ഇട്ടിട്ട് നമ്മൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു ബിസിനസ്സും ഫ്ലോപ്പ് ആവില്ല. സ്വാഭാവികമായിട്ടും പണ്ടുള്ള വൺ മാൻ ഷോന്റെ കാലം കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ എന്താ പറയാ, ഡിജിറ്റൽ കാലം, ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലം. നമുക്ക് പലതും പിന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈലും അതുപോലെ തന്നെ ലാപ്ടോപ്പും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പലതും ഇപ്പം പല സ്ഥലത്തുനിന്നും മാനേജ് ചെയ്യാം. അതെ, ആ രീതിയിലേക്ക് ലോകം മാറി. സ്വാഭാവികമായിട്ടും നമ്മൾ ബിസിനസ്സിലും അത് ഇംപ്ലിമെന്റ് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് നടക്കും. അതെ, സമയം ലാഭിക്കുക. അതെ, സമയലാഭം എന്ന് പറഞ്ഞാൽ സമയം തന്നെയാണ് ജീവിതം. ആയുസിൻ്റെ ക്രമീകരണം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിലും നല്ലത്. കാരണം നാളെ മരിക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ടൈമിൻ്റെ വാല്യൂ എത്രയായിരിക്കും? നമുക്ക് മരണസമയം അറിയാത്തതുകൊണ്ടല്ലേ അല്ലേ? സത്യത്തിൽ. അപ്പോൾ ഇനി ഫ്യൂച്ചർ പ്രോഡക്ട്സ് പ്ലാൻ എന്തൊക്കെയാണ്? പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ്? കുറേ 50-ലേറെ പ്രോഡക്ട്സ് ഉണ്ടല്ലോ ഇപ്പോൾ ഇറക്കിയേ 3 വർഷം കൊണ്ട്, അല്ലേ? 35 വർഷം കൊണ്ടാണ് 50 പ്രോഡക്ട്സ്, 50-ലേറെ പ്രോഡക്ട്സ്. അതിലേറ്റവും നൂതനമായ പ്രോഡക്ട്സ് ഉണ്ടാവാം, അതിലേറ്റവും നിങ്ങൾ പെറ്റായിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ, നമുക്ക് സ്നേഹിച്ച് പോകുന്ന ചില പ്രോഡക്ട്സ് ഉണ്ടാവാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഏതൊക്കെ ആയിരിക്കും? എങ്ങനെയാണത്? ഇപ്പോൾ പറഞ്ഞു വന്നാൽ തന്നെയാണ് ഓണത്തിന് അതിറക്കി. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വെരി റീസെൻ്റായിട്ട് ഒരു 3-4 മാസമായിട്ടുള്ളൂ നമ്മൾ ഹണി അഥവാ തേനിറക്കി. പിന്നെ ഒരു പ്രൊഡക്റ്റിലും ഇത്ര പ്രൊഡക്റ്റ് ഞങ്ങൾ ഇറക്കിയിട്ടും ഇല്ലാത്ത ചോദ്യങ്ങളാണ് ഹണി ഇറക്കിയപ്പോൾ വന്നത്. ഇത് ഫേക്കാണോ, ജെനുവിനാണോ, ഒറിജിനലാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എന്താ പറയുക പാണ്ഡയുടെ ഒരു കൾച്ചർ, ഒരു ഫുഡ് കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ എത്തിക്സ് പ്രകാരം ആ ചോദ്യങ്ങൾ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്ത് വേദനിപ്പിക്കുന്ന. കാരണം ഞങ്ങൾ 25 വർഷത്തോളം ഗവേഷണം നടത്തിയിട്ട് അതിന്റെ ട്രയൽ ആൻഡ് എറർ നടത്തിയിട്ടാണ് ഈ സാധനം 25 ഇയേഴ്സ്. അപ്പൊ പിതാവ് തന്നെ വിത്തിട്ടായിരിക്കില്ല അതിന്? പിതാവിനെയാണ് ഇതിന്റെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു യാത്രയിൽ ഞങ്ങള് കൊടകുന്നൊരു ഹണി വാങ്ങി. ആ ഹണിയുടെ സ്മെല്ല് ഇന്നും എൻ്റെ എന്താ പറയാ നാവിലും പിന്നെ മൂക്കിലൊക്കെ ഉണ്ട്. ശരിക്കും ആ ഒരു സ്മെല്ലും ആ ടേസ്റ്റും അന്ന് ഫീൽ ചെയ്തത്. ശരിക്ക് നമ്മൾ ടേസ്റ്റ് സ്വാഭാവികമായിട്ട് അതാണല്ലോ ദൈവം സൃഷ്ടിച്ചത്. നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടുമേലെ സ്മെല്ലും കൂടി അനുഭവിക്കാനാണല്ലോ. അത് തിരിച്ച് പിടിക്കണം എന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് പല എന്താ പറയുക സ്റ്റേറ്റിൽ യാത്ര ചെയ്ത് ഇന്ന് പിന്നെ ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത് ഒരു യുണീക്ക് ബ്ലെൻഡാണ് ഞങ്ങളെ. ഇപ്പോൾ പഞ്ചാബിലെ വീറ്റ്, അതുപോലെ തന്നെ പിന്നെ ഹരിയാനയിലെ ബാസ്മതി എന്ന് വേണ്ട മഹാരാഷ്ട്രയിലെ അൽഫോൺസോ, ഈ മാങ്ങ ഇതിലൊക്കെ ഫ്ലേവർ ഒരു ക്ലബ് ചെയ്തൊരു സാധനമാണ്, ബ്ലെൻഡ് ചെയ്ത സാധനമാണ് ഞങ്ങളിപ്പോൾ മാർക്കറ്റിൽ ഇറക്കിയത്. അപ്പോൾ ഇത് പിന്നെ വയലിലുണ്ടാകുന്ന തേനീച്ച, സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ടുള്ള, അതുപോലെ തന്നെ പാറയിലുണ്ടാകുന്ന തേനീച്ചകൾ, മരത്തിലുണ്ടാകുന്ന വ്യത്യസ്ത ക്വാളിറ്റിയാണ് ഇതിനൊക്കെ അല്ലേ? ഇതൊക്കെ എന്നിട്ട് അത് ഒരു യുണീക്ക് ബ്ലെൻഡ് ആക്കി അതൊരു ഔഷധ കൂട്ട് പോലെ ഉണ്ടാവും. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് വേദങ്ങൾ എടുത്തു നോക്കിയാലും തേനിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ഏറ്റവും വലുത് പിന്നെ എന്താ പറയാ ഈജിപ്തില് പിരമിഡിന്റെ ഉള്ളില് അന്ന് അവരുപയോഗിച്ച സ്വാഭാവിക ഒരു വിശ്വാസം എംബാമിങ് ചെയ്ത് അതിന്റെ കൂട്ടത്തില് തേനും ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തേനിന് ശരിക്ക് നമ്മുടെ ഇന്ത്യൻ റൂൾ പ്രകാരം 1-1.5 വർഷമൊക്കെയാണ് അതിന്റെ എന്താ പറയാ എക്സ്പയറി ഡേറ്റ്. ശരിക്കും തേൻ അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല, കാലാതിവർത്തിയാണ്. കാരണം എന്താ ഒരു പച്ച മാംസ കഷ്ണം അതിലിട്ടാൽ അതുപോലെ നിൽക്കുമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അല്ലേ? സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു മുറിവ് വന്നാലും അഥവാ പിന്നെ പൊള്ളലേറ്റാലും നമ്മുടെ എന്താ പറയുക മെമ്മറിക്ക് വേണ്ടിയിട്ടും നമ്മളെ എനർജി ബൂസ്റ്ററായിട്ടും. ഇപ്പോൾ ഒരാൾ സ്വാഭാവികമായിട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു, അയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പാവുന്ന 100% ഉറപ്പുണ്ടെങ്കിൽ അയാൾ കരുതി കാറിൽ കരുതി വെക്കേണ്ട അല്ലെങ്കിൽ ബൈക്കിൽ കരുതി വെക്കേണ്ട ഒരു സാധനം ഈ ഹണിയുടെ ചെറിയ ഒരു ബോട്ടിലാണ്. സ്വാഭാവികമായിട്ടും ഒരു ഉച്ച വരെ ഉള്ള എനർജി അതിൽ നിന്ന് കിട്ടും. കാരണം ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കഴിച്ചാലും ചെറുകുടലും വൻകുടലും ഒക്കെ കടന്നിട്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയുടെ ഡൈനാമിസം. പക്ഷെ ഇതിനതല്ല. നമ്മുടെ നാവിൽ ടേസ്റ്റ് ചെയ്ത ഉടനെ സെക്കൻഡ് പോകുന്നത് ഡയറക്റ്റ് നമ്മുടെ ബ്ലഡിലേക്കാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പിന്നെ പ്രത്യേകത. അത് 2 ഐറ്റമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്ന് തേനാണ്, മറ്റൊന്ന് ഈത്തപ്പഴമാണ്. ഇത് രണ്ടും നല്ല അയൺ കണ്ടന്റ് ഉള്ളത് സാധനങ്ങൾ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു എനർജി ബൂസ്റ്ററാണ്. അത് നല്ലത് ജനങ്ങൾക്ക് കൊടുക്കണം. ഈ ചോദ്യങ്ങളൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് ഞങ്ങൾ ഒരു ചാലഞ്ച് എടുത്തു വലിയൊരു മുന്നേറ്റം നടത്തി കഴിഞ്ഞു. അക്സെപ്റ്റൻസി കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? തീർച്ചയായും. കാരണം ഞാൻ നിങ്ങളെ പറഞ്ഞപ്പോൾ തേൻ്റെ എനിക്ക് കയ്യിലേക്ക് അടയിലെ തേനീച്ചകളുടെ അടയിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞ് തന്ന ചെറിയ ആളായപ്പോൾ, ചെറിയ കുട്ടിയായപ്പോൾ പിഴിഞ്ഞ് തന്ന എൻ്റെ അയൽവാസിയുണ്ട്. ഞങ്ങളെ വീട്ടിലൊക്കെ വരുന്ന പണിയെടുക്കുന്ന അവർ ഈച്ചയോട് കുത്തൊക്കെ കൊണ്ടിട്ട് അടയെടുത്ത് പിഴിഞ്ഞിങ്ങനെ തന്ന് അത് മണത്തോടു കൂടി ടേസ്റ്റ് ചെയ്ത ഒരു ഫീൽ, ആ നൊസ്റ്റാൾജിക്ക് ഞാനതിലേക്ക് ഇങ്ങനെ പോവുമായിരുന്നു. അത് പിന്നെ നമുക്ക് അതുപോലെ ഒന്ന് ആസ്വദിക്കാൻ, അനുഭവിക്കാനോ ടേസ്റ്റ് ചെയ്യാനോ പറ്റിയിട്ടില്ല പലപ്പോഴും. അവിടെയാണ് നിങ്ങളതിൻ്റെ ഒരു സ്പേസ് ഉള്ളത്. അത് വലിയൊരു ഉത്തരവാദിത്വം കൂടെയാണല്ലോ. ഒരു മായവും കലരാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ തന്നെ ഭക്ഷണത്തിൽ പിതാവ് പറഞ്ഞ പോലെ മായം കലർന്നാൽ പിന്നെ ഭക്ഷണമല്ല, അത് വിഷമാണല്ലോ. വിഷം വിറ്റ് കാശാക്കുക, അതിനോളം വലിയ ദ്രോഹവും ലോകത്തെ അധാർമികതയും അക്രമവും വേറെന്താ ഉള്ളത്? അപ്പം അവിടെ നിങ്ങൾ എന്തൊക്കെ പ്രിക്കോഷൻസാണ് എടുക്കുന്നത് ഈ വിഷം കലരാതിരിക്കാൻ, മായം കലരാതിരിക്കാൻ? ജനങ്ങളുടെ പണം വാങ്ങിയിട്ട് അവർക്ക് ഏറ്റവും പവിത്രവും ഉത്തമവും പിന്നെ അതിൻ്റെ പ്യുവറും ആയിട്ടുള്ള സാധനം കൊടുക്കാൻ, ജെനുവിനായിട്ടുള്ള സാധനം കൊടുക്കാൻ എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഫാക്ടറിയിൽ? ഉദാഹരണമായി ഞാൻ ഉപയോഗിക്കുന്ന വാച്ച്, അതിൽ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും, കോപ്പി. ഞാൻ ഉപയോഗിക്കുന്ന പെന്ന്, അതിന് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റിൽ കിട്ടും. അഥവാ ബ്രാൻഡ് കോപ്പി ചെയ്തുകൊണ്ടുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടും. ദൈവം ഒരാൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആരോഗ്യം. അതെ.
ആ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ പിന്നെ കൊടുക്കുന്ന ദ്രാവകമൊക്കെ. അതെ. അത് അശുദ്ധമാക്കുക, അല്ലെങ്കിൽ പ്രകൃതിക്ക് വിപരീതമായിട്ട് നമ്മൾ പിന്നെ മനുഷ്യനെ പിന്നെ രോഗിയാക്കിയാൽ ഇത് ഈ ഭൂമിയിൽ നിന്ന് മാത്രമല്ല, എവിടെ നിന്നും നമുക്ക് തിരിച്ചടി കിട്ടുന്നുള്ള ഒരു സംഭവമാണ് നിങ്ങളിപ്പം ചോദിച്ച ചോദ്യം. നമ്മൾ മനസ്സിലാക്കുന്നത് ആ ആരോഗ്യത്തെ തൊട്ട് അത് ദൈവത്തിൻ്റെ ഒരു വരദാനം, ഒരു ഡിവിനിറ്റി അതിലുണ്ട്. അതെ, അത് നമ്മൾ തൊട്ടിട്ട് കളിക്കാൻ പാടില്ല. അതായിരുന്നു നമ്മളെ ഫാദർ ഏറ്റവും വലിയ ഇതും നമ്മുടെ മതം പഠിപ്പിച്ചതും, ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ തൊട്ട് കളിക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികം നമ്മളും അങ്ങനെയാണല്ലോ. അതെ. അപ്പോൾ നമ്മളെ മക്കൾക്ക് കൊടുക്കുന്നത് പോലെ നമ്മൾ കഴിക്കുന്ന പോലെ മറ്റുള്ളവർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതാണ് കൊടുക്കുക. അതിൽ നിങ്ങൾ അടിയുറച്ച് നിന്ന് അത് അങ്ങനെ കൊണ്ടുപോകുമ്പം ആൾക്കാർ വിശ്വസിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്താൽ കച്ചവടം ലാഭമാവുമോ, അങ്ങനെയൊക്കെ ചെയ്താൽ എത്ര കാലം ഇത് കൊണ്ടുപോകാൻ പറ്റും, അതൊക്കെ ഇപ്പം നടക്കുമോ എന്നുള്ളൊരു സാർവത്രികവും ലാഘവത്തിലും ആൾക്കാർ ചോദിച്ചു കളയുന്നുണ്ടല്ലോ. ഇതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുന്നത്, സർവൈവ് ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. 89 തുടങ്ങിയൊരു കമ്പനി ദൈവം നമ്മൾ ഈ സംസാരിക്കുന്ന 2024 നിലനിർത്തുകയാണെങ്കിൽ എത്ര വർഷം എടുത്തു? അത് കളയാൻ വിതിൻ എ സെക്കൻഡ് നമുക്ക് മതി. ആ ബ്രാൻഡ് നമ്മളുണ്ടാക്കിയ ഇമേജ് കളയാൻ വേണ്ടി. അത് സ്വാഭാവികമായിട്ടും പിന്നെ ഒരു സെക്കൻഡ് ജനറേഷൻ എന്നുള്ള നിലക്ക് ഞങ്ങളൊരു ഉത്തരവാദിത്തം ഫാദറെ ഏൽപ്പിച്ച് പോയ അത് നമ്മൾ സ്വാഭാവികമായിട്ടൊരു വിത്തിടുന്നത് അതിൻ്റെ പിന്നെ ഫലപുഷ്ടി ആർക്കൊക്കെ അനുഭവിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളുണ്ടാക്കിയ ഞാൻ മനസ്സിലാക്കിയത് കേരളം ഈ പ്രത്യേകിച്ച് ഈ കൊറോണ കഴിഞ്ഞിട്ടുള്ള കാലത്ത് പിന്നെ ഞങ്ങളെ പ്രൊഡക്റ്റ്, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് റോങ് പ്ലേസ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്ര കോമ്പറ്റീഷൻ പിന്നെ കേരളത്തിലുണ്ട്. സ്വാഭാവികമായിട്ടും റോ മെറ്റീരിയൽസൊക്കെ മിക്കതും പുറത്തുനിന്ന് വരുന്നതാണ്. ഞാൻ പല സ്ഥലത്തും ട്രാൻസ്പോർട്ടേഷൻ വളരെ കൂടും സ്വാഭാവികമായിട്ടും. ഞാൻ പല സ്ഥലത്തും ഞാൻ ദയവായിട്ട് ബ്രാൻഡുകളെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, വേണ്ട, നമുക്കത് വേണ്ടല്ലോ. ഞാൻ നേരിട്ട് പലതും കണ്ടിട്ടുണ്ട് കേരളത്തിലെത്തുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ പിന്നെ കേരളത്തിലുള്ള കമ്പനിയെ പോലെ തന്നെ ഏറ്റവും കൂടുതലുള്ളതാണ് ഹോസ്പിറ്റലും. അപ്പോൾ അതിൽ കൂടുതലാണ് നമ്മുടെ കിഡ്നിയും അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള ശരീരങ്ങളായിട്ട് ബന്ധപ്പെട്ട ഇത്, പ്രത്യേകിച്ച് കിഡ്നി. നമ്മുടെ ഫുഡ് ഫിൽട്ടർ ചെയ്യുന്നൊരിതാണ്. അപ്പോൾ അത് സംഭവിച്ചിട്ടില്ലെങ്കിലേ പറയാനുള്ളൂ. കാരണം ഞങ്ങൾ ഓരോ സ്ഥലത്തും പർച്ചേസിന് പോകുന്ന സമയത്ത് മറ്റുള്ള സ്റ്റേറ്റുകൾ, തമിഴ്നാടായിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, ആന്ധ്ര ആയിക്കോട്ടെ, പിന്നെ മധ്യപ്രദേശ് ആയിക്കോട്ടെ, നമ്മൾ കാണുന്ന അവിടെ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഇപ്പോൾ റീസെൻ്റായിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഷൈനിങ്ങിന് യൂസ് ചെയ്യുന്ന കെമിക്കലാണ്, ഒരു ഷൈനിങ്ങിന് യൂസ് ചെയ്യുന്ന നമ്മൾ ടെർപ്പൻ്റ എന്ന് പറയാൻ തോന്നുന്നു. പെയിൻറ്റിങ് ഇതിൽ ഉപയോഗിക്കുന്നത് ആ ഷൈനിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മളെ മുളക് മുക്കിയിട്ട് ഷൈനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്ക്, മാരകമായ അതിൽ പിന്നെ ക്യാൻസറാണല്ലോ കൂടുതൽ ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിക്കുന്ന കിഡ്നിയും ക്യാൻസറും ഒക്കെ മുഴുവനും നമ്മുടെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ചാരിറ്റിയും ഡൊണേഷനും കാര്യമൊക്കെ കൊടുക്കും ഈ കാര്യത്തിന് വേണ്ടിയിട്ട്. ആരും അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന സാധനങ്ങളുടെ പിന്നെ ഈ പ്യൂരിറ്റി അതാരും ചെക്ക് ചെയ്യുന്നില്ല. അത് നമ്മൾ സാധാരണമായി വാങ്ങി കഴിക്കുകയാണല്ലോ. അതെ. അത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കച്ചവടക്കാരും അതുപോലെ തന്നെ നമ്മുടെ സമൂഹവും നമ്മുടെ ഗവൺമെൻറ്റും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട സമയമായി. ഒരു ഉത്തരവാദപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മളെ ബോർഡറുകളിൽ ചെക്ക് ചെയ്താൽ നമുക്ക് ഞങ്ങൾ കമ്പനിയിൽ നിന്ന് തിരിച്ചയക്കുന്നതുമായി തന്നെ തിരിച്ചയക്കാൻ പറ്റും. അല്ല, ഇതെങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ വളരെ വലിയ മാരകമായ കീടനാശിനികളൊക്കെ തളിച്ച് നമ്മുടെ പച്ചക്കറികളോ മറ്റു ഭക്ഷ്യവിഭവങ്ങളോ വരുന്നു. അത് ശരിക്കും കണ്ടെത്താനുള്ള എന്ത് ശാസ്ത്രീയ മാർഗങ്ങളാണ് നിങ്ങൾ അവലംബിക്കുന്നത്? നിങ്ങൾ തിരിച്ചയച്ചു എന്ന് പറഞ്ഞല്ലോ. തീർച്ചയായും. എന്താണ് അവിടെ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യവും, വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് തരുന്ന ആൾക്കാർ തന്നെ ഇടക്ക് ഒരു ലോഡ് ചിലപ്പം പിന്നെ സാധനങ്ങൾ നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ കൊടുത്തയക്കും. അവർക്കറിയാം 100% നമ്മൾ തിരിച്ചയക്കും എന്നുള്ളത്. എങ്കിലും ട്രൈ ചെയ്തു ഒരു ടെസ്റ്റ് ഡോസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടോ? ടെസ്റ്റ് ഡോസുമായി ഒരു അതിൽ ഫെയിലായി പാളിയാൽ പോയി, പിന്നെ വീണ്ടും അത് വരും.
തീർച്ചയായും. ഞാൻ ഒരു കഥ പറയാം. എനിക്ക് മധ്യപ്രദേശിൽ നിന്ന് ഒരു ഫുൾ ലോഡ് ഗോതമ്പ് വന്നു, വീറ്റ് വന്നു. ഞങ്ങളുടെ ക്വാളിറ്റി പിന്നെ ടീം അത് ചെക്ക് ചെയ്ത് നമുക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കി. അതിന് പുറമെ നമ്മളും സ്വന്തം ചെക്ക് ചെയ്ത് അത് ഞങ്ങൾ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉടമ, ഇത് അയച്ച ഉടമ എന്നോട് പറഞ്ഞു, ഇത് തിരിച്ച് അയക്കരുത്, നിങ്ങൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം വെക്കാൻ വേണ്ടിയിട്ടെന്ന്. ഞാനത് ഞങ്ങൾക്ക് പിന്നെ നമ്മുടെ കമ്പനിയായിട്ട് പരിസരമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു സ്ഥലത്ത് ഇത് പിന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ഥലം കൊടുത്തു. 6 മാസം അദ്ദേഹം അവിടെ വെച്ചു സാധനം. 6ാമത്തെ മാസം എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ തിരിച്ചെടുക്കുകയാണ്, അതിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് തിരിച്ചെടുത്തോളൂ. എന്നെ ടെസ്റ്റ് ചെയ്യാണ് സ്വഭാവമായിട്ട്. ഞാൻ നിങ്ങൾ ഫ്രീ തന്നാലും എനിക്ക് വേണ്ട, ഞാൻ റിജക്റ്റ് ചെയ്ത സാധനം എടുക്കൂല, നിങ്ങൾ എന്നെ പരീക്ഷിക്കണ്ട. ഇതാണ് കർശനമായ നിലപാടിലാണ് നിങ്ങൾ ആ ഒരു ക്വാളിറ്റീനെ. സ്വാഭാവികമായിട്ടും ആരാണ് അത് വാങ്ങിയത് കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല, എവിടത്തേക്കാണ് പോയതെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും അത് നമ്മൾ തിന്നാൻ വിധിക്കപ്പെട്ടു. ഏതെങ്കിലും ബ്രാൻഡിന്റെ പേരിൽ നമ്മുടെ വയറ്റിലൊക്കെ അതായി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇതിപ്പോ ആരറിയുന്നു ഇമ്രാൻ? ഇതിലടിക്കുന്ന കെമിക്കൽസിനെ കുറിച്ച് ഈ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യന്മാർ, എത്ര ബുദ്ധിയും വിവരമുള്ള ആളുകൾക്കും ഇത് മനസ്സിലാവില്ലല്ലോ. ഇത് അറിയാം, എല്ലാ കടക്കാർക്കും അറിയാം. ക്വാളിറ്റി ഉള്ളതും ഒരു മീഡിയം ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതൊക്കെ കടക്കാർക്ക് അറിയാം. അവർക്കും വലിയൊരു സമൂഹത്തിൽ പങ്കുവഹിക്കാനുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നല്ല ക്വാളിറ്റി ഉള്ളതിനെ അവർ പ്രോത്സാഹിപ്പിക്കുക. സ്വാഭാവികമായിട്ടും കച്ചവടം കവടം ചെയ്യാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയെന്ന് പറയില്ലേ, അവർക്കും ഒരു പിന്നെ ഞാനും എൻ്റെ കുടുംബം കഴിക്കുന്ന ഇതാണെന്നുള്ളൊരു ബോധ്യം വന്ന് ഞങ്ങൾ കൊടുക്കുന്ന ഇതാണെന്നുള്ളൊരു ബോധ്യം വന്നാൽ, ആ മനസാക്ഷി വന്നാൽ ഇത് നമുക്ക് കേരളത്തിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ദൈവഭയം എന്നൊക്കെ പറയുന്നത് സാക്ഷാൽ അതാണല്ലോ. തീർച്ചയായും അല്ലേ? അതെ. ഒരു മതബോധോ ഇനി ധാർമ്മിക ബോധോ സനാതന ബോധോ എന്ത് പറഞ്ഞാലും ആത്മീയ ബോധോ, ഏത് ദൈവവിശ്വാസിയായാലും ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളായാലും ഉള്ളിലൊരു മനസാക്ഷിയുണ്ട്. അതിൽ പിന്നെ ആ കാര്യങ്ങൾ ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ സമൂഹത്തെ രക്ഷിക്കപ്പെട്ടുള്ളൂ. ഈ പടരുന്ന ക്യാൻസറിൽ നിന്നും അതുപോലെ തന്നെ ജീവച്ഛവങ്ങളായി പോകുന്ന കുട്ടികൾ, എത്ര പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് ഇപ്പോൾ വരുന്നല്ലേ. തീർച്ചയായും ഈ പാവം പിടിച്ച കുട്ടികളൊക്കെ നമ്മൾ തിരിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ. അതെ, തീർച്ചയായും. അപ്പം അവിടെ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു വലിയ ഉദ്യമം ചെറിയ സംഭവമല്ല. ഞാൻ പറയാം, അത് ഒരു ദൈവിക ആരാധനയാണ്. നിങ്ങളെ പറയും പോലെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ദൈവിക വർഷിപ്പാണ്, ഒരു ആരാധനയാണ്. അത് നിങ്ങൾ മറ്റു പ്രണാമങ്ങളോ സ്തോത്ര കീർത്തനങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തീർത്ഥാടനങ്ങളോ ചെയ്യുന്നത് പോലെ തന്നെ അതിനേക്കാൾ ചിലപ്പോൾ മേലെ നിൽക്കുന്ന. കാരണം ഇത് ചെയ്യാൻ ആരും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എല്ലാവരും ലാഭക്കൊതിയാണ്. ഇപ്പം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് വിറ്റാൽ കച്ചവടക്കാർക്ക് എന്ത് കിട്ടും നമുക്കറിയാം. അവർക്ക് മറ്റേ ബ്രാൻഡ് വിറ്റാൽ എത്ര പെർസെൻറ്റേജ് വ്യത്യാസം നമുക്കറിയാം. 10-29 വർഷമായിട്ട് ഞാനും ഈ ഒരു ഫീൽഡിൽ, നിങ്ങൾ ഭക്ഷ്യ ഫീൽഡല്ല മറ്റു ഫീൽഡുകളുള്ളത് കൊണ്ട് തന്നെ നമുക്കതിനെ വെച്ചളക്കാലോ. തീർച്ചയായും. അതായത് ഞങ്ങൾ ന്യൂ ബോൺ ബേബികൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, അത് ന്യൂ ബോൺ വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ അത് വിദേശ രാജ്യങ്ങളിലെ യൂറോപ്പ് US കയറ്റുമതി ചെയ്യാവുന്ന ക്വാളിറ്റി ടെസ്റ്റുകൾ കഴിഞ്ഞ് 10-32 ടെസ്റ്റുകൾ അതിന് തന്നെ കൊടുക്കണം. ഒരുപാട് പൈസ ചിലവാണ്. എന്നിട്ട് അതിൻ്റെ ക്ലോത്ത്, അതിൻ്റെ പ്രിൻറ്റിങ്, അതിലെടുക്കുന്ന മഷി, അതിലെടുക്കുന്ന ഓരോ സാധനവും ആ ക്വാളിറ്റിയിലെടുക്കണം. ഈ ക്വാളിറ്റി എല്ലാം കഴിഞ്ഞത് വരുമ്പോഴേക്ക് ഇവിടെയുള്ള ചവറ് പോലെ വിറ്റുപോകുന്ന സാധനത്തിൻ്റെ 15 ഇരട്ടിയൊക്കെ അതിന് വില വരിക. അപ്പം അത്രയും കോസ്റ്റിലിട്ട് MRP ഇടുമ്പോഴേക്കും നമ്മളിത് ഇവിടെ വിറ്റയക്കാൻ പറ്റാത്ത അവസ്ഥ വരും അല്ലേ. ഈ റീറ്റെയിലർക്കാണെങ്കിലോ അവൻ വിചാരിച്ച ലാഭത്തിൻ്റെ 4/1 പോലും ചിലപ്പോൾ ഇത് കിട്ടൂല. ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയല്ലേ സംഭവിക്കുക? തീർച്ചയായും അല്ലേ. ഈ ത്രട്ടനെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതൊരു വലിയ രഹസ്യമാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, വാങ്ങുന്നതിലും കൂടുതലാണ് തിരിച്ചയക്കുന്നെന്നുള്ളത് ആണ്. അതിൽ അല്ല, ഈ കച്ചവടക്കാരെ റീറ്റെയിലറെ പിന്നെ ഈ ലാഭം കുറയുക എന്നുള്ള വലിയൊരു ത്രെട്ടുണ്ടല്ലോ.
നിങ്ങൾ എന്തായിരുന്നാലും പാണ്ട കൊടുത്താൽ മറ്റ് ചില ഇതുപോലെയുള്ള സാധനങ്ങൾ കൊടുക്കുന്ന അത്രയും ലാഭം അവരെ കീശയിലെ പോക്കറ്റിലേക്ക് എത്തുന്നുണ്ടാവില്ല. അവിടെ ഇവരെ ബോധവൽക്കരിക്കുന്ന ഘടകം എന്താണ്? അതാണ് ഞാൻ ചോദിച്ചത് റീറ്റെയിലേഴ്സിനെ. ഇപ്പോൾ ഇംഗ്ലീഷിൽ 2-3 വാക്കുകളുണ്ട്. ഒന്ന് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഇപ്പോൾ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല ശരിക്കും. ചീപ്പ് ഈസ് ചീപ്പ്, ബെസ്റ്റ് ഈസ് ബെസ്റ്റ്. അത് രണ്ട് ഓപ്പോസിറ്റ് പദങ്ങളെ കൊണ്ടുപോകും. അല്ല, നമ്മൾ പൊതുവെ ഉപയോഗിക്കും ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് ഉപയോഗിക്കും. ചീപ്പ് എപ്പം ചീപ്പ് തന്നെയാ, ബെസ്റ്റ് ഈസ് ബെസ്റ്റ് കോൺസെപ്റ്റാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാറ്, നമ്മുടെ പ്രത്യേകിച്ച് നമ്മളെ സെയിൽസ് ടീമിനോടും ഞാൻ ബന്ധപ്പെടുന്ന കടക്കാരോടൊക്കെ പറയാറ്, പിന്നെ നല്ലത് പകുതി മതി. ഒരു കുറച്ച് മുന്നേ ഒരു ആഡ് ഉണ്ടായിരുന്നു, പാണ്ടയാണെങ്കിൽ ഒരു നുള്ള് മതി. നുള്ള് നമ്മൾ പറയല്ലോ, ഒരു നുള്ള് മതി. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കോഴിക്കോട് സാഗർ റെസ്റ്റോറൻറ്റ്, അവരെ ഞങ്ങൾ പിന്നെ ആരംഭകാലത്ത് അവിടെ കുറച്ച് സാമ്പിൾ കൊടുത്തു ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് മസാലയും മറ്റൊക്കെ. അപ്പോൾ അവർ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ അളവിൽ നമ്മളെ സാധനം എടുത്തു. കറി ചീത്തയായി, നമ്മളെ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൻ്റെ ടീമിനെ വിളിച്ചു, ഒച്ചപ്പാടുണ്ടായി, ബഹളം ഉണ്ടായി. അപ്പോൾ നമ്മുടെ നല്ല രസികനായിട്ടുള്ള ഒരു മാനേജർ ഉണ്ടായിരുന്നു, കുറ്റ്യാടി സ്വദേശി, ഒരു ആർ മുഹമ്മദ് അജി. അദ്ദേഹം മരണപ്പെട്ടു. മൂപ്പര് വളരെ ശാന്തനായിട്ട് അവിടെ ചെന്നു, എല്ലാ ചീത്തയും പഴിയും ഇതൊക്കെ കേട്ടു. ശാന്തനായിട്ട് അയാൾ പറഞ്ഞു, പിന്നെ നിങ്ങൾ എത്ര അളവ് ഇതെടുത്തിട്ടുണ്ട്? അപ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു, ഞങ്ങൾ എടുക്കുന്ന അളവ് എടുത്തെന്ന് പറഞ്ഞു. ഇന്ന ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പകുതി ഉപയോഗിച്ച് നോക്കുന്നത്. പിറ്റേ ദിവസം വളരെ സന്തോഷത്തോടെ അതേ ടീം നമ്മളെ വിളിച്ചു. അപ്പോൾ അതിൽ 2 കാര്യമുണ്ട്. ഇപ്പം പിന്നെ റസാഖ് ഭായി ചോദിച്ചതുപോലെ നല്ലത് കുറച്ചും മതി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ 1 കിലോ നമ്മൾ എടുക്കുന്ന പാണ്ടയുടെ ഒരു പ്രൊഡക്റ്റ്, അതിന്റെ പകുതിയെ വേണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പുറത്തുനിന്ന് ചീപ്പായിട്ട് വില കിട്ടി വാങ്ങുന്ന സാധനത്തിന് കുറച്ചേ ഇത് ആകുന്നുള്ളൂ. അതാണ് അതിലെ എഡ്യൂക്കേഷൻ അവയർനെസ് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത് റീറ്റെയിലർക്ക് ബോധ്യപ്പെടുമ്പോൾ അത് അവർക്ക് സെൽ ഔട്ട് ചെയ്യാൻ, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ എളുപ്പമാണ്. അത് വിജയകരല്ലേ? അതെ, വിജയകരമായിട്ട് പോകുന്നുണ്ട്. ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് പരമാവധി എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ സ്വാഭാവികമായിട്ടും അറിഞ്ഞിട്ടും അറിയാതെ ഭാവിക്കുന്നത്, അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഉറങ്ങുന്ന ആളുകളെ ആൾക്കാർ വിളിക്കാൻ പറ്റൂല, അല്ല എണീപ്പിക്കാൻ പറ്റൂല. അതുപോലെ ഏതായാലും വളരെ ഒരു മനോഹരമായ ഒരു കാവ്യം പോലെയാണ് ഈ പാണ്ഡെയുടെ ആ ഒഴുക്ക്. 19 വർഷത്തെ ഒരു ഇടതടവില്ലാതെ, ഒരു പ്രതിബന്ധങ്ങളില്ലാതെ, അല്ലേ, വളരെ സ്മൂത്തായിട്ട് ഓരം ചേർന്ന് നിങ്ങളാൽ കഴിയുന്ന ഒരു വലിയ കോൺട്രിബ്യൂഷനും ഒരു വലിയ ഉത്തരവാദിത്വവും, സാമൂഹ്യ ഉത്തരവാദിത്വവും, ദൈവികമായ അർപ്പണത്തിലുള്ള ഒരു വലിയ ഒരു ആരാധനയും നിർവഹിക്കുന്ന പവിത്രതയിൽ അത് ചെയ്തു കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു ടീം, എങ്ങനെയാണ് ഒരു ടീമിനെ നിങ്ങൾ വാർത്തെടുത്തത്? ആ ടീമിനെയും കൂടെ നമ്മൾ അറിയണമല്ലോ. ടീം ചോദ്യം വളരെ സിമ്പിളാണ്, ഉത്തരം സിമ്പിളാണ്. എൻ്റെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ നമ്മളെ മക്കൾ കഴിക്കുന്ന പോലെ തന്നെ നാട്ടുകാർക്കും ഇതൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അതെ, ജനങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അതെ, അതുപോലെ തന്നെ ഇവർ നമ്മളെ സ്വന്തം കുടുംബക്കാരാന്ന് കരുതിയാൽ മതി. നമ്മളെ പെങ്ങളാണ്, നമ്മളെ ഉമ്മയാണ്, നമ്മളെ ഉപ്പയാണ്. സ്വാഭാവികമായിട്ട് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരെ നമ്മളെ സഹോദരികളാണെന്ന് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ഒരു പാണ്ട ഫാമിലി വികാരാണ് അവിടെ ഉള്ളത്. അത്രയുള്ളൂ, തീർച്ചയായും. അതുകൊണ്ട് തന്നെ അത് അത്രയും ഭദ്രാണ്, അത്രയും സുതാര്യാണ്, അത്രയും അവർ ഹൃദ്യമായി നമ്മളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. തീർച്ചയായും അത് അവർ വിജയിപ്പിക്കുന്നു. തീർച്ചയായും അവരുടെ കാര്യം നമ്മുടെ അഭാവത്തിൽ ഇന്ന് ഞാനിപ്പോ ഉള്ളത് കൊച്ചിയിലാണ്. അതെ, കമ്പനി നടക്കുന്നുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അത് ഭംഗിയായി ചെയ്യുന്നുണ്ട് എന്നൊരു വിശ്വാസം നമ്മളില്ലെങ്കിലും, നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പം കൂടുതൽ പിന്നെന്താ പറയുക, ഞങ്ങളടുത്ത് വരവും ചോദ്യമൊക്കെ. മറ്റേ നമ്മളില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെന്നെ കണ്ടറിഞ്ഞ് ചെയ്യും. അതെ, എവിടെയാണ് പിന്നെ സ്റ്റോപ്പ് ആകുന്ന ഏരിയ അവിടെ മാത്രമേ അവർ വിളിച്ച് കൺഫേം ആക്കും. അത് ഇന്ന് പല സ്ഥാപനത്തിലും ഇല്ലാത്ത വളരെ എന്താ പറയുക അമൂല്യമായ ഒരു സ്ട്രാറ്റജിയാണ്. അത് വിജയിപ്പിക്കുന്നതിൽ ഇമ്രാൻ്റെ നേതൃത്വവും അതുപോലെ സഹോദരങ്ങളുടെ ഉമ്മയുടെ വലിയ ചെയർപേഴ്സൺഷിപ്പൊക്കെ, പിതാവിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംരംഭ മണ്ഡലം എന്ന നിലക്ക്
റാസൽ ഖൈമയിലാണ് തുടക്കമെങ്കിലും ലോകവ്യാപകമായിട്ട് ആ പാണ്ഡയുടെ ഭംഗിയും അതിൻ്റെ മനോഹാരിതയും അതിൻ്റെ ഗുണഫലങ്ങളും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പാണ്ഡയെക്കുറിച്ചും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും പറയാനുണ്ട്. ഇനി പുതുതായിട്ട് ഇറങ്ങുന്ന പല പ്രോഡക്ട്സിനെ കുറിച്ചും നമുക്ക് പറയാനുണ്ട്. അതെല്ലാം ഈ കൈരളി മലയാളവും അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ബന്ധപ്പെടുന്ന എല്ലാവരും കാത്തിരിക്കട്ടെ. നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം. പുതിയ പ്രൊഡക്റ്റ്, പുതിയ സംസ്കാരം, പുതിയ ട്രസ്റ്റ്, അതുപോലെ തന്നെ പുതിയ രുചിക്കൂട്ടുകൾ അല്ലേ? തീർച്ചയായും. താങ്ക് യു. തീർച്ചയായും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.